ഇപ്പം നമ്മൾ നോക്കുന്നത് ഗോൾഡിൻ്റെ സ്പോട്ട് ചാർട്ടാണ്. ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഈ എൻട്രി ട്രിഗർ ആവുന്നതിന് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഒരു സോണിലേക്ക് വന്നിട്ട് ആ സോണിൽ നിന്ന് ഒരു 1 മിനിറ്റിലുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എൻട്രി അവിടെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 4851 പറഞ്ഞിട്ടുള്ള ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇവിടെ എൻട്രി കിട്ടുക എന്നുള്ള രീതിക്കാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു ഡ്രോപ്പ് വന്നൊരു സോണിൽ മിറ്റിഗേറ്റ് ചെയ്ത് അതിനുശേഷം ഇവിടുന്നൊരു 1 മിനിറ്റിൽ സ്ട്രെച്ചർ ഷിഫ്റ്റ് കിട്ടിയ ആ സ്ട്രെച്ചർ ഷിഫ്റ്റിന് ശേഷം ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ട് ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു എൻട്രി പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിക്കായിരുന്നു ഈ ഒരു എൻട്രി ഞാനവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈവായിട്ടുള്ള നമുക്കിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ടിൽ പോകുകയാണെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ആ ഒരു സോണാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു സോണാണ്. ആ സോണിൽ നിന്ന് ഇവിടെ 1 മിനിറ്റിൽ നമ്മൾ ഒരു ക്യാരക്ടർ ചേഞ്ച് കിട്ടി. അതിനുശേഷം നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു 4800 സംതിങ്ങിൻ്റെ 52 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേറ്റിൻ്റെ മുകളിൽ ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ എൻട്രി ഇവിടെ ട്രിഗറായി. നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഉണ്ടാക്കിയിട്ടുള്ള സിംഗ്ലോൻ്റെ താഴെയായിരുന്നു. അപ്പം ഇവിടെ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെയാണ് ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു എൻട്രി ട്രിഗർ ആയതിനു ശേഷം മാർക്കറ്റ് ഒരു മൊമെൻറ്റം കാണിച്ചതിന് ശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ ആയിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൈനെ കൂടെ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റിൻ്റെ നിയർ ബൈ ആയിട്ടാണ് ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എൻട്രി എടുക്കാനുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 1 മിനിറ്റിലുള്ള ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ ജസ്റ്റ് 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഹൈ ടൈം ഫ്രെയിം ആയിട്ട് ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് 5 മിനിറ്റാണ്. ഈ 5 മിനിറ്റിൽ ചാർട്ട് നോക്കുമ്പോൾ കാണാം മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബുള്ളിഷ് ട്രെൻഡിൽ പോകുന്ന ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ ഉറപ്പായിട്ടും ബൈ സൈഡിലുള്ള ഒരു എൻട്രിയാണ് നമ്മളിവിടെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഇവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹയർ ഹൈസ് പുതിയ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുള്ളിഷ് സ്ട്രക്ചറിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി, അതായത് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും. ഇവിടെ മാർക്കറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, പ്രീവിയസ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ലോനെ ഇവിടെ കട്ട് ചെയ്തിട്ട് താഴത്തേക്ക് പോകുമ്പോൾ നമുക്കവിടെ ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത്, അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷം നമുക്കിവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ വരച്ചിട്ടുള്ള ഈ ഒരു ഓർഡർ ഫ്ലോ ആണ്. ഈ ഒരു ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയിട്ടുള്ള ഈ ഒരു ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പുൾ ബാക്കിനെ ഇവിടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പുൾ ബാക്കിൽ ഇവിടെ കളക്ട് ചെയ്തതോടൊപ്പം തന്നെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു ഓർഡർ ഫ്ലോ ആണ്. അതും ഇത് അൺമിറ്റിഗേറ്റഡ് ആയിരുന്നു. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഓർഡർ ഫ്ലോസ് ഒക്കെ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ ഇത് ഓൾറെഡി ഇവിടെ മിറ്റിഗേറ്റഡ് ആണ്. അതുപോലെ തന്നെ തൊട്ട മുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ ഇത് ഇവിടെ ഈ ഒരു ടാബിൽ വന്നൊരു മിറ്റിഗേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് വേണം. അപ്പോൾ നമ്മളെ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നതുള്ളത് ഈ ഒരു സ്വിംഗ് ലോ ആണ്. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷമുള്ള പി ഒ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് ശേഷമുള്ള പി ഒ നോക്കുമ്പോൾ പിന്നുള്ളൊരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുള്ളൊരു പി ഒ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഈ ഒരു ഏരിയയിൽ ഇവിടെ മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുള്ള ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് അതിനുശേഷം ഓർഡർ ഫ്ലോയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 5 മിനിറ്റിലുള്ള സ്ട്രെച്ചർ നമ്മൾ 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ 5 മിനിറ്റിലുള്ള പി ഒയിൽ വന്നിട്ട് മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു രീതിക്കുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഹയർ ലോ എന്നുള്ള ഫോർമേഷൻ എന്നൊരു വെർട്ടിക്കുലർ ലെവലിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കിയുള്ള ഹൈനെ ഇവിടെ കട്ട് ചെയ്തിട്ട് സ്ട്രെച്ച് മൊമെൻറ്റം ഷിഫ്റ്റായി. ആ മൊമെൻറ്റം ഷിഫ്റ്റ് ആയതിനു ശേഷം ഇവിടെ എന്താ സംഭവിച്ചത്, പ്രീവിയസ് ആയിട്ടുള്ള സ്വിംഗ് ലോനെ ഇവിടെ ലിക്വിഡിറ്റി ഇവിടെ മാർക്കറ്റ് കളക്ട് ചെയ്തതിനു ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഹൈനെ വീണ്ടും ഇവിടെ ബ്രേക്ക് ചെയ്ത് അതിനുശേഷം ഈ ഹയർ ലോ എന്നുള്ള ഫോർമേഷൻ ഇവിടെ ഹൈ എന്നുള്ള ഫോർമേഷനിലേക്ക് മാർക്കറ്റ് പോയി. അപ്പോൾ ഇവിടെ മൊമെൻറ്റം ഷിഫ്റ്റ് കിട്ടിയ നമുക്ക് അടുത്ത് എന്താ വേണ്ട, ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യണം.
അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് കളക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റം അപ്പ് സൈഡ് ആണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ എക്സാക്റ്റ് നമുക്കിവിടെ മനസ്സിലാവും. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി അറിയാം ഫൈവ് മിനിറ്റിലുള്ള പി ഒയിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഹയർ ലോ ഫോർമേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചർ പെർട്ടിക്കുലർ ലെവലിലെത്തിയപ്പോൾ ഇവിടെയുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്ത്, അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് പ്രീവിയസ് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് എൻട്രി എന്നുള്ള രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലോണിൻ്റെ തൊട്ട് താഴെ, അതേപോലെ തന്നെ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വെച്ച പോലെ പ്രീവിയസ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ നമുക്കിവിടെ ടാർഗറ്റായിട്ട് വെക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് 1:5.6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസ്ക് റിവാർഡ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ എൻട്രി എടുത്തിട്ടുള്ളത് ഈ ഫസ്റ്റ് എൻട്രിയിലല്ല, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ ഒരു സ്ട്രെച്ചിൽ ഇവിടെ കാണിച്ച പോലെ തന്നെ ഡൗൺ സൈഡിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്ട്രെച്ചർ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് മൊമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഇൻഡ്യൂസ്മെൻറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ട് നെക്സ്റ്റുള്ള ഒരു ഓർഡർ ഫ്ലോയിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തിട്ട് മൊമെൻറ്റം ഒന്നുകൂടെ കൺഫേം ആയതിനു ശേഷമാണ് ഞാനിവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു എൻട്രി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷം ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷമുള്ള ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പം ആ ഒരു മൊമെൻറ്റത്തിൽ നമ്മളിവിടെ എൻട്രി പ്ലേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ സിംഗിളോൻ്റെ തൊട്ട് താഴായിട്ട് വെക്കും. കാരണം ഇവിടെ ബാക്കി എല്ലാം ഇവിടെ മിറ്റിഗേറ്റഡ് ആണ്. ഈ ഒരു ഓർഡർ ഫ്ലോ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. അതേപോലെ ഈ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഓർഡർ ഫ്ലോ ഇവിടെ മിറ്റിഗേറ്റഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ അൺമിറ്റിഗേറ്റഡ് ആയിട്ട് താഴെ ഒന്നും തന്നെ ഇല്ല. ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്ട്രക്ചറിലൂടെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എൻട്രി എടുക്കാം. ഈ സേഫർ സൈഡായിട്ട് ഈ ലോണിൻ്റെ തൊട്ട് താഴെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള സ്വിംഗ് ഹൈയിൽ നമുക്ക് കൊണ്ട് ടാർഗറ്റ് ചെന്നിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നല്ലൊരു മൊമെൻറ്റം കാഴ്ചവെച്ചു. ആ മൊമെൻറ്റത്തിൽ വീണ്ടും താഴത്തേക്ക് റീട്രേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ റീട്രേസ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പോസിബിൾ ആയിട്ടുള്ള എൻട്രീസ് എടുക്കാനുള്ള ഏരിയകൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയ പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. ആ ലിക്വിഡിറ്റിക്ക് ശേഷമുള്ള നമുക്കൊരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ മിറ്റിഗേറ്റഡ് ആണ്. ഈ ഒരു ഓർഡർ ഫ്ലോ ഇവിടെ ഒരു മൊമെൻറ്റം ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ വഴി ഇവിടെ മിറ്റിഗേറ്റ് ആയി. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതൊരു ഇൻവാലിഡ് ആയി ഓർഡർ ഫ്ലോ. പിന്നെ നെക്സ്റ്റ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇവിടെ മിറ്റിഗേറ്റഡ് ആണ്. പിന്നെ ഉള്ളൊരു ഓർഡർ ഫ്ലോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഒരു ഓർഡർ ഫ്ലോ ആണ്. ഈ ഒരു ഓർഡർ ഫ്ലോ നമ്മളിവിടെ ഡ്രോ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം മാർക്കറ്റ് എക്സാക്റ്റ് ഈ ഒരു ഓർഡർ ഫ്ലോയിൽ വന്നിട്ട് ടാപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി ഇവിടെ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യുക, സെക്കൻഡ് എൻട്രി നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പം തേർഡ് എൻട്രി നമുക്ക് ഈ ഒരു കണ്ടിന്യൂഷൻ എൻട്രി എന്നുള്ള രീതിക്ക് ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് തേർഡ് എൻട്രി നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ മാർക്കറ്റ് വന്നിട്ട് ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷമുള്ളൊരു ഓർഡർ ഫ്ലോ ഒന്ന് ടാപ്പ് ചെയ്ത് പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെ വീണ്ടും ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എൻട്രി പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു ഓർഡർ ഫ്ലോൻ്റെ തൊട്ട് താഴെ വെക്കും. ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്വിംഗ് ഹൈയിൽ കൊണ്ടിട്ട് വെക്കും. അപ്പോൾ നമുക്കിവിടെ 1:3 അടുത്ത് ഓൾമോസ്റ്റ് റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ 3 എൻട്രി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പുകൾ നമുക്കിവിടെ കിട്ടി. അതിന് ഇവിടെ നോക്കുമ്പോൾ ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എച്ച് എന്നിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഏറ്റവും ലാസ്റ്റിലുള്ള പുൾ ബാക്ക് ആണ് ഇത്. ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ എന്ന് പറയുന്നത് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തതിന് ശേഷം ലോസ്റ്റ് പോയിന്റ് ഈ ഒരു ലോ ആണ്. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷം നമുക്ക് ഈ ഒരു പി യുയിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് ഒരു എൻട്രി ഇവിടെ പോസിബിൾ ആണ്. ഇവിടെ കുറേ നേരം ഒരു കൺസൾട്ടേഷൻ ഫേസ് കാണിച്ച് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ലിക്വിഡിറ്റി ഒക്കെ ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് നമുക്ക്
ഈ ലിക്വിഡിറ്റികളൊക്കെ ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡ്രോ ചെയ്തിട്ടുള്ള പി ഒയിലേക്ക് വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിറ്റിഗേഷനിൽ ഇവിടെ വീണ്ടും ഒരു എൻട്രി ഇവിടെ പോസിബിളാണ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഓർഡർ ഫ്രണ്ട് തൊട്ട് താഴെ, അതേപോലെ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഹൈയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ടാർഗറ്റ് വെക്കാനും പറ്റും. നമ്മൾ ടാർഗറ്റ് ഇവിടെ വരിക. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് 1:9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വാഡിൽ നമുക്കൊരു എൻട്രി ഇവിടെ കിട്ടും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാണ്ട് കൺഫർമേഷൻ എൻട്രി നോക്കാം. ഇവിടെ ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ ഒരു മൊമെൻറ്റം ഷിഫ്റ്റ് കിട്ടി. ആ മൊമെൻറ്റം ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് മാർക്കറ്റിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പം ഇവിടെ നമുക്ക് എൻട്രി എടുക്കുക. ആ എൻട്രീൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സിംഗിൾ തൊട്ട് താഴെ കൊണ്ടുവെക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ട് നമ്മൾ നേരത്തെ ഡ്രോ ചെയ്ത പോലെ തന്നെ സിംഗ് ഹൈയിൽ വെക്കുമ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഈ ഒരു എൻട്രി നമുക്ക് ഇവിടെ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നോക്കുമ്പോൾ 5 എൻട്രി എടുത്തതിൽ 2 എണ്ണം ഓൾമോസ്റ്റ് ഫെയിലായി. അതിനുശേഷമുള്ള ഈ 3 എൻട്രി ഇപ്പോൾ നമുക്ക് നിലവിൽ, ഇതിപ്പോൾ മാർക്കറ്റ് നിലവിൽ റണ്ണിങ് ആണ്. അപ്പം 3 എൻട്രി ഇവിടെ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു എൻട്രികളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക് ഇവൻ്റ് വേണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ടാണ്. നമ്മൾ ഇത്രയും വലിയൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇത്രയും ചെറുതാക്കിയിട്ട് നമ്മൾ കീപ്പ് ചെയ്തില്ല. അപ്പോൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് 50% അബോവ് നമ്മുടെ ടാർഗറ്റിൻ്റെ അബോവ് കിട്ടുമ്പോൾ നമ്മൾ കോസ്റ്റിലേക്കോ അല്ലെങ്കിൽ പാർഷ്യൽ ഒരു പ്രോഫിറ്റിലേക്കോ നമ്മൾ ഇത് എടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി നിലവിൽ 3 എൻട്രീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രികൾ എങ്ങനെയാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കിനി വഴിയേക്കാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്ത ലോജിക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. നമ്മളൊരു ടൈം ഫ്രെയിം ആയിട്ടുള്ള 5 മിനിറ്റിൽ സ്ട്രക്ചർ മാപ്പ് ചെയ്തതിന് ശേഷം 1 മിനിറ്റിൽ വന്നിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഏരിയകളിൽ എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം. അപ്പം ഈ ഒരു സോണ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇനിയും കുറേ കൂടെ താഴത്തേക്കുള്ള മൊമെൻറ്റം കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഫ്ലിപ്പ് എൻട്രി മൊഡ്യൂൾ വർക്കൗട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മേജറായിട്ടുള്ള ഈ ഒരു സിംഗിളോ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻറ്റേർണലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് എപ്പോഴും ഒരു സേഫർ സൈഡ് എന്ന് പറയുന്നത് ലോയിൽ നിന്ന് നമ്മൾ എൻട്രി എടുക്കുക എന്നുള്ളതാണ്. ഹയർ സൈഡിലേക്ക് പോകുന്നതോടെ നമ്മൾ എൻട്രീസ് കുറയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമുക്കൊരു സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സേഫറായിട്ടുള്ള എൻട്രീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രീമിയത്തിൽ നിന്ന് ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.